മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്ന് കെ സുധാകരൻ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ പാതിര വരെ ഒത്തിരിക്കുകയല്ലേ അവിടെ. ഇത്രയേറെ ഇങ്ങനെ ഒരു വോട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ എത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ, ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഈ പ്രകാശ് ജാവദേക്കറിന്റെ വിഷയത്തില് ഇപ്പോ മുഖ്യമന്ത്രി പൂർണ്ണമായും ഇ.പി. ജയരാജനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് അതാണ് പിണറായി വിജയൻ. ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മ വേണം. അദ്ദേഹവും ജാവേദ്കറും തമ്മിൽ എന്തിനാ കണ്ടുമുട്ടിയത്, എവിടെയാ കണ്ടുമുട്ടിയത്? അദ്ദേഹം വരുന്ന പൊതുപരിപാടിയിലാണ്. ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത്? ഇല്ല. അപ്പൊ ജാവേദ്കറെ കാണുകയും ചെയ്തു, കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതൊരു കളവ്, കാരണം പറഞ്ഞ ഒരു കളവ്, ഒരു പൊതുപരിപാടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കറെ പോലുള്ള ഒരു ബി.ജെ.പിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? അതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. ആരും അറിയാത്ത ഏത് പൊതുപരിപാടിയിൽ വെച്ചാണ് ഇവർ കണ്ടതെന്നും സുധാകരൻ ചോദിച്ചു. മുഖ്യമന്ത്രി സത്യം പറയണം, എന്തിന് കണ്ടുവെന്ന് ജനങ്ങളോട് പറയണമെന്നും കെ സുധാകരൻ. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്. കണ്ണൂരിൽ പോളിംഗ് കുറഞ്ഞത് യു.ഡി.എഫിന് തിരിച്ചടിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. മികച്ച വിജയം നേടുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ. സമഗ്ര ന്യൂസ്, കണ്ണൂർ.